സൈക്കിൾ നിയന്ത്രണം വിട്ട് ഗേറ്റിലിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പത്തനംതിട്ട ഇലന്തൂർ ഇടപ്പരിയാരത്ത് ഇന്നലെ രാവിലെയാണ് ഈ അപകടം നടന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഭവന്താണ് മരിച്ചത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ദാരുണമായൊരു സംഭവമാണ്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. വിശദാംശങ്ങൾ പറയൂ. ഇലന്തൂർ ഇടപ്പരിയാരം വാസുദേവ വിലാസത്തിൽ ബിജോ സൗമ്യ ദമ്പതികളുടെ മകൻ ഭവന്താണ് അപകടത്തിൽ മരണമടഞ്ഞത്. CCTV ദൃശ്യങ്ങളിലെ സമയം കൃത്യമെങ്കിൽ ഇന്നലെ രാവിലെ 9:58 അപകടമുണ്ടാകുന്നത്. വീട്ടിൽ നിന്നും SNDP ശാഖായോഗ സ്ഥലത്തേക്കുള്ള വഴിയിൽ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി കുത്തനെയുള്ള ഇറക്കത്തിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സൈക്കിൾ നിയന്ത്രണം വിട്ട് ഗേറ്റിൽ ചെന്ന് ഇടിക്കുകയും ശേഷം ിന്റെ ഭിത്തിയിൽ ചെന്ന് തട്ടി ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ആദ്യം കേൾക്കാൻ സാധിക്കുന്നത് അപകടം തിരിച്ചറിഞ്ഞ് ഭവന്തിന്റെ നിലവിളിയാണ്. പിന്നാലെ നിയന്ത്രണം വിട്ട സൈക്കിൾ ഗേറ്റിൽ ഇടിക്കുകയും ഗേറ്റിന്റെ ഒരു ഭാഗം തകർത്ത് സൈക്കിൾ ഉള്ളിലേക്ക് കടന്ന് വർക്ക്ഷോപ്പിന്റെ ഭിത്തിയിൽ ഇടിക്കുകയുമാണ് ഉണ്ടായത്. അതിഗുരുതരമായ പരിക്കാണ് ഭവന്തിനേറ്റത്. തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്ക് തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ ഇലന്തൂരിലെ സഹകരണ ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതശരീരം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള അമ്മ സൗമ്യ നാട്ടിൽ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം. ഭവന്ത് ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഭവന്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിയുടെ സൈക്കിള് നിയന്ത്രണം വിട്ട് ഗേറ്റിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാകുന്നതും കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഇത് രാവിലെ ഒരു 10 മണിയായപ്പോൾ ഭവന്ത് റോഡിൽ നിന്ന് വന്നാണ് സൈക്കിളിൽ. മുകളിൽ വെച്ച് തന്നെ സൈക്കിളിൻ്റെ ബ്രേക്ക് പോയതായിട്ട് അവന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വളരെ ഉച്ചത്തിൽ സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടാണ് വന്നിട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് എതിർ സൈഡിലുള്ള ഗേറ്റിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് വീണിട്ടാണ് ഇത് സംഭവിച്ചത്. അത് ആദ്യം സൈക്കിളും അവനും കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. ആദ്യം അവൻ വന്ന് വീണ്, അത് കഴിഞ്ഞിട്ട് സൈക്കിളും വന്ന് വീണ്. ഉടൻ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുള്ള വണ്ടിയിൽ കയറ്റി നമ്മൾ വിട്ടു. എടുക്കുന്ന സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല. വെള്ളം തളിച്ചിട്ട് ഒരു റെസ്പോൺസും തന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടത്. അവിടെ ചെന്നപ്പോഴത്തേന് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻ വന്നു. അവിടെ ചെല്ലുമ്പോൾ പൾസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഡെഡായിട്ടാണ് ഡിക്ലെയർ ചെയ്തതെന്ന് പറഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ മരണം ഈ ഗ്രാമവാസികൾക്കൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി. ബ്രേക്ക് നഷ്ടപ്പെട്ട് കുത്തനെയുള്ള ഇറക്കത്തിലൂടെ ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിൽ വളരെയധികം ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പേരൻസും അതുപോലെ കുട്ടികളും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്.